ക്രാപ്പ് ദി ബാരൽ, ഇൻ എ പിങ്ക്, ലിലി ലിവേർഡ്, ഈ ഇഡിയംസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? ഹായ്, ഡോട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CGL 2023 വന്ന ഇഡിയംസ് ആണ്. 15 ചോദ്യങ്ങളാണ് ഇഡിയംസിനെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ 15-ൽ പരം ഇഡിയംസ് ഈ ഒരു ഡിസ്കഷൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യത്തെ ഇഡിയം നോക്കാം. എന്താണ് ആദ്യത്തെ ഇഡിയം? മെനി അനലിസ്റ്റ് ആർ ടിപ്പിംഗ് സ്റ്റേബിൾ ബ്ലൂ ചിപ്പ് കമ്പനീസ് ടു വെദർ ദ സ്റ്റോം എന്ന് പറയുമ്പോൾ വെദർ ദ സ്റ്റോം എന്ന് പറയുന്ന വേർഡ്, ആ ഇഡിയമിൻ്റെ മീനിങ് ഏത് ഓപ്ഷനിലാണ് ഉള്ളത്? നമുക്ക് നോക്കിയാലോ. ടു ഡീൽ വിത്ത് എ സിമ്പിൾ സിറ്റുവേഷൻ വിത്തൗട്ട് ബീങ് ഹാംഡ്, ഇത് ഓപ്ഷൻ ആവാൻ സാധ്യതയുണ്ടോ? ഇല്ല. സിമ്പിൾ സിറ്റുവേഷൻ നമ്മൾ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ, ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ വിത്തൗട്ട് തിങ്കിങ്. ടു ഡീൽ വിത്ത് എ സിറ്റുവേഷൻ വിത്തൗട്ട് തിങ്കിങ് നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നെക്സ്റ്റ് വൺ, ടു ഡീൽ വിത്ത് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ വിത്തൗട്ട് ബീങ് ഹാംഡ്. ഓപ്ഷൻ ഡി, ടു ഡീൽ വിത്ത് എ സിമ്പിൾ സിറ്റുവേഷൻ വിത്തൗട്ട് ഹാമിങ് എനി വൺ എൽസ്. സിമ്പിൾ സിറ്റുവേഷനെ നമുക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ എയും ഡിയും എന്തായാലും തെറ്റായിരിക്കും, കാരണം ലോജിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല. പിന്നെ നമുക്കുള്ളത് ബിയും ഡിയുമാണ്. അപ്പോൾ ഇതിൽ വെദർ ദ സ്റ്റോം, അതായത് സ്റ്റോമിനെ എന്തോ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോം കൊടുങ്കാറ്റാണ്. വെദർ എന്ന് പറയുന്ന വേർഡിന് രണ്ട് മീനിങ് വരുന്നുണ്ട്. ഒന്ന് കാലാവസ്ഥ, രണ്ടാമത്തെ ഒരു മീനിങ് ആണ് ടു ഓവർകം എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ. ടു ഓവർകം എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ. സോ ഡിഫിക്കൾട്ട് സിറ്റുവേഷനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് വെദർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് തന്നെ. അങ്ങനെ ഒരു മീനിങ് കൂടി ആ വെദർ എന്ന് പറയുന്ന വേർഡിനുണ്ട്. ഇപ്പോൾ വെദർ ദ സ്റ്റോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഓവർകം ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സിയിൽ. ടു ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വിത്തൗട്ട് ബീങ് ഹാം. സോ വെദർ ദ സ്റ്റോം മീൻസ് ഡിഫിക്കൽട്ടായിട്ട് സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ സെൻറ്റൻസ് കൊണ്ട്, ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്? രവിഷ് ഈസ് റെഡി ടു ത്രോ കോഷൻ ടു ദ വിൻഡ്. കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ ആണ്, കെയർഫുൾനെസ് ആണ് കോഷൻ എന്ന് പറയുന്നത്. കോഷൻ കാറ്റിൽ പറത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക എന്നുള്ളതല്ലേ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആവാതിരിക്കുക, കാറ്റിൽ പറത്തുക. അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്? ഫൈറ്റ് വിത്ത് വിൻഡ്, ആക്ട് ഫൂളിഷ്ലി, സ്പെൻഡ് ലാവിഷ്ലി, ടേക്ക് റിസ്ക്. സോ ത്രോ കോഷൻ ടു ദ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ വരുന്നത്? ടേക്ക് റിസ്ക്. മൂന്നാമത്തെ ഇഡിയം നമുക്ക് നോക്കിയാലോ. ഹിസ് വോയിസ് ഗെറ്റ്സ് ഓൺ മൈ നെർവ്സ്. സോ ഗെറ്റ് ഓൺ മൈ നെർവ്സ് ഓർ ഹിസ് നെർവ്സ്, യുവർ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഓപ്ഷൻസ്: മേക്സ് മീ ഇൽ, പിയേഴ്സസ് മൈ ഇയർ ഡ്രംസ്, ഇറിറ്റേറ്റ്സ് മീ, മേക്സ് മീ സാഡ്. എന്തായിരിക്കും ഗെറ്റ് ഓൺ യുവർ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിൻ്റെ അർത്ഥം വരുന്നത് ഇറിറ്റേറ്റ് സംബഡി എന്നുള്ളതാണ്. ഇവിടെ മൈ നെർവ്സ് ആയതുകൊണ്ട് ഇറ്റ് ഇറിറ്റേറ്റ്സ് മീ. ഇല്ല, എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്താണ്? യു ഗെറ്റ് ഓൺ മൈ നെർവ്സ്. അല്ലേ, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് ഇറിറ്റേറ്റ്. ഗെറ്റ് ഓൺ മൈ നെർവ്സ് മീൻസ് ഇറിറ്റേറ്റ്. അടുത്തത്, ദോ വെരി റിച്ച് അലക്സാണ്ടർ ഓൾവേസ് സേവ്സ് ഫോർ എ റെയിനി ഡേ. അപ്പം ഇതിനകത്ത് തന്നെ മീനിങ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. സേവ്സ് മണി ഫോർ ലേറ്റർ, ലിവ്സ് ലൈക്ക് എ മൈസർ, സ്പെൻസ് ടു മച്ച്, അക്യുമുലേറ്റ്സ് ലെസ് വെൽത്ത്. അപ്പോൾ സേവ് ഫോർ എ റെയിനി ഡേയിൽ സേവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡിഫിക്കൽട്ട്, റെയിനി ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? ഡിഫിക്കൽട്ട് കണ്ടീഷനാണ്, നമുക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. സോ അങ്ങനെ ആകുമ്പം നാളത്തേക്ക് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സേവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ലിവ് ലൈക്ക് എ മൈസർ ആണോ? അതല്ല. സ്പെൻഡ് ടു മച്ച്, അതെന്തായാലും വരാൻ പോകുന്നില്ല. അക്യുമുലേറ്റ് ലെസ് വെൽത്ത്, അതും വരുന്നില്ല. അപ്പോൾ ഏതാണ്? സേവ് തന്നെ വരുന്ന അതേ ഓപ്ഷനാണ്, സേവ് മണി ഫോർ ലേറ്റർ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ഇഡിയം നോക്കാം. ഡയറക്റ്റ് ആണ്, ലിലി ലിവേർഡ്. ലിലി ലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്ഷൻസ്? ബ്രേവ്, കോമിക്കൽ, നോട്ട് ബ്രേവ്, നോട്ടി. സോ ഇതിൽ ലിലി ലിവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ബ്രേവ്, നോട്ട് കറേജിയസ് എന്നാണ് അർത്ഥം വരുന്നത്. ലിലി ലിവേർഡ് കൂടാതെ നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ചിക്കൺ ഹാർട്ടഡ് എന്ന് പറയുന്നത്. സോ ഇഫ് സംബഡി ഈസ് ലിലി ലിവേർഡ്, സംബഡി ഈസ് ചിക്കൺ ഹാർട്ടഡ്, ദ പേഴ്സൺ ഈസ് നോട്ട് ബ്രേവ്, കറേജിയസ് അല്ല, ഒരു ഭയം, എന്തിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരു ഭയം. ഇനി അടുത്ത ഓപ്ഷൻ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, സെലക്ട് ദി അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി അണ്ടർലൈൻഡ് ഇഡിയം. സോ ഇഡിയമിൻ്റെ മീനിങ് നമ്മൾ കണ്ടുപിടിക്കണം. സെൻറ്റൻസ് നോക്കിയാൽ, പൂജ ട്രൈ ടു എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ബട്ട് സൂൺ ഷീ ടൈഡ് ഹെർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാണ്. നമ്മൾ ഒരു കയറ് കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെട്ടിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം വളരെ വളരെ വലുതാണ്, പക്ഷേ നമുക്കിത് വായിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കിയാലോ.
Be forced to explain your actions and probably punished. Become very confused when you're trying to explain something. Make no progress in an argument or discussion. Won't modify an opinion or agree to even small changes that another person wants. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പറയാൻ ശ്രമിച്ചു, പക്ഷേ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് തന്നെ കൺഫ്യൂഷനായി. അപ്പോൾ എന്താ പ്രോബ്ലം എന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല. സോ ഷീ ബിക്കെയിം വെരി കൺഫ്യൂസ്ഡ്. ഷീ ടൈഡ് ഹെർസെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. ഒരുപാട് കെട്ടായിപ്പോയി, ഇതിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സോ വെൻ യു ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബിക്കം വെരി കൺഫ്യൂസ്ഡ്. ടു കിക്ക് ദ ബക്കറ്റ്, ദിസ് എ വെരി കോമൺ ഇഡിയം. ടു കിക്ക് ദ ബക്കറ്റ് ഓപ്ഷൻസ് നോക്കിയാൽ ടു ബി ഇൽ, ബി സാഡ്, ബി ഹാപ്പി, ടു ഡൈ. സോ ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡൈ ആണ്. സോ ബക്കറ്റ് കിക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡൈ. ഇനി അടുത്ത ഓപ്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ്, മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? മിസ്സിങ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, മിസ്സിങ് യുവർ മീഡിയം ഓഫ് ട്രാവൽ, മിസ്സിങ് ഗുഡ് മൊമെൻറ്റ്സ് ഓഫ് യുവർ ലൈഫ്, ബീങ് ടു ലേറ്റ്. നമ്മൾ ബോട്ട് മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? നമ്മളൊരു നല്ല ഓപ്പർച്യൂണിറ്റി മിസ്സായി എന്നുള്ളതാണ്. സോ ആൻസർ വരുന്നത് എന്താണ്? ടു മിസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാൽ ടു ബെൽ ദ ക്യാറ്റ്. ഇത് നമുക്കറിയാലോ അല്ലേ, പൂച്ചക്കാര് മണികെട്ട് എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് വരുന്നത്. ടു ബെൽ ദ ക്യാറ്റ്. ഓപ്ഷൻസ് ടു ഫീഡ് പെറ്റ്സ്, അതെന്തായാലും വരാൻ സാധ്യതയില്ലല്ലോ അല്ലേ. ടു പ്ലേ വിത്ത് കിഡ്സ്, ടു ലവ് ക്യാറ്റ്സ്, ടു ഫേസ് റിസ്ക്. ഇത് ലോജിക്കലി ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ഏതാണ്? ടു ഫേസ് റിസ്ക്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ. ചിലപ്പം ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ നമ്മൾ എന്താണ്, ആ റിസ്കിനെ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് ടു ബെൽ ദ ക്യാറ്റ്. സോ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ളതാണ് ആ ചോദ്യം. ആര് ഈ പ്രശ്നത്തിന് ഫേസ് ചെയ്യും, ആര് ഈ റിസ്ക് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കിയാലോ. ദ പോലീസ് ഹാവ് നോട്ട് യെറ്റ് ബീൻ ഏബിൾ ടു സോൾവ് ദ കേസ് ഇറ്റ് സീംസ് ടു ബി. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസിന് നമ്മൾ എന്ത് ഇഡിയം ഉപയോഗിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഇൻ എ നട്ട്ഷെൽ, ടേണിങ് ഓവർ എ ന്യൂ ലീഫ്, എ ഹാർഡ് നട്ട് ടു ക്രാക്ക് ഇൻ എ പിങ്ക്. ഇതിൽ ഒരു പക്ഷേ ഇത് മൂന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത നട്ടാണെങ്കിൽ ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ്. അത് തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസാണ്, ദാറ്റ് ഈസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുരുക്കി പറഞ്ഞാലാണ് ഇൻ എ നട്ട്ഷെൽ. നമ്മളൊരു എസ്സേ എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവസാനം കൺക്ലൂഡ് ചെയ്യാറുണ്ട് ഇൻ എ നട്ട്ഷെൽ, റൈറ്റ്. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയ മനുഷ്യനാവുക. ടു ടേൺ ഓവർ എ ന്യൂ ലീഫ്. പലപ്പോഴും നമ്മൾ ഈ മോറൽ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ കാണാറുണ്ട്. ഹീ ഫൈനലി ടേൺഡ് ഓവർ എ ന്യൂ ലീഫ്. ഒരു പാഠം പഠിച്ചു ആൻഡ് ഹി ടേൺഡ് ഓവർ എ ന്യൂ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചുവറായി, കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി. ഇനി വെൻ യു ആർ ഇൻ എ പിങ്ക്, പിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. സോ സംബഡി ഈസ് എൻ പിങ്ക് മീൻസ് പേഴ്സൺ ഈസ് വെരി ഹെൽത്തി, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്നാണ്. നെക്സ്റ്റ് ഇഡിയം എന്താണ്? ഷാർപ്പ് പ്രാക്ടീസ്. എന്താണ് ഷാർപ്പ് പ്രാക്ടീസ്? ഷാർപ്പ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഷാർപ്പ് ഡീലിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയും ഇഡിയം യൂസ് ചെയ്യാറുണ്ട്. ഷാർപ്പ് ഡീലിങ്സ് അല്ലെങ്കിൽ ഷാർപ്പ് പ്രാക്ടീസ്. ഡിസോണസ്റ്റി, ഫ്രീക്വൻ്റ്ലി, ബ്രീഫ്ലി, നിയർ ബൈ. ഷാർപ്പ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോണസ്റ്റ് മീൻസ് ആണ്. ഓക്കെ, ഡിസോണസ്റ്റ്ലി അല്ലെങ്കിൽ കണ്ണിങ് ആവുക, കണ്ണിങ്, അതാണ് ഷാർപ്പ് പ്രാക്ടീസ്. സോ സംബഡി യൂസസ് ഷാർപ്പ് പ്രാക്ടീസ്, അതിനർത്ഥം അയാൾ ഭയങ്കര കണ്ണിങ് ആണ്, അയാൾ കുറച്ച് ഡിസോണസ്റ്റ് ആണ്, അയാൾ നമുക്ക് റിലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 12th വൺ നമുക്ക് നോക്കിയാലോ. വെനില മെയ്ഡ് എ ബിഗ് ഫസ് അബൌട്ട് എ സ്മോൾ പ്രോബ്ലം. ചെറിയൊരു കാര്യമായിരുന്നു, അതിനെ വലിയൊരു പ്രശ്നമാക്കി തീർത്തു. ബിഗ് ഫസ് ഓവർ അബൌട്ട് എ സ്മോൾ പ്രോബ്ലം. അപ്പം ആ ഒരു മീനിങ് കാണിക്കുന്ന ഇഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കിയാലോ. ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ, ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചറി, എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. ഇത് നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ആ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. അപ്പം അതങ്ങനെയല്ലേ, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്യൂ ആണ്, അത് നമ്മൾ വലിയ കാര്യമാക്കി മാറ്റുവാണ്. സോ മീനിങ് ഇസ് ദിസ് വൺ, എ സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്ന് പറയുമ്പോഴാണ് ഇത് വരുന്നത്. എന്നാലും ഇത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന എക്സാമിലൊക്കെ ചോദിക്കാം. വാട്ട് ഇസ് ദിസ്? ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. നമ്മൾ എങ്ങനെയാണോ ഒരാളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തത്, അതുപോലെ തന്നെ അയാൾ നമ്മളെ ഇങ്ങോട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഐ ഗോട്ട് എ ടേസ്റ്റ് ഓഫ് മൈ ഓൺ മെഡിസിൻ ഓർ യു ഗോട്ട് എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
രണ്ടാമത്തത് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. നമുക്കറിയാമല്ലോ, നമ്മൾ ചില സമയത്ത് പത്രങ്ങളിലൊക്കെ എഴുതി കാണാറുണ്ട്, ദ പോലീസ് ഇസ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. തെറ്റായ എവിഡൻസിന് പുറകെയാണ് പോകുന്നത്, അതൊരു മിസ്ഗൈഡാണ്, അതൊരു തെറ്റായ കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോയതുകൊണ്ട് കാര്യമില്ല, റിയൽ എവിഡൻസ് ഇപ്പുറത്താണുള്ളത് എന്നൊക്കെ പറയാണ്. സോ യു ആർ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. അവിടെ പോയിട്ട് ഒരു പ്രയോജനമില്ല, വേറെ വഴി വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ. ആൻഡ് ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി ഇഞ്ചേർഡാണ്, ഓൾറെഡി നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അതിന് മുകളിൽ വേറൊരാൾ വന്നിട്ട് വേറെ അയാളുടെ പ്രശ്നങ്ങൾ കൂടി പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ്. സോ ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. സപ്പോസ് യു ആർ വെരി ഡിപ്രസ്ഡ്, അതിന് മുകളിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റും കൂടി ചെയ്യുവാണ്. നമ്മൾ എന്താ പറയുന്നത്? ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. നമുക്ക് അടുത്ത ഇഡിയം നോക്കിയാലോ. ടുഡേ ദ കൺട്രീസ് നാഷണലിസ്റ്റ് റൂൾ ദ റൂസ്റ്റ് ആൻഡ് ഹാൻഡ് ഔട്ട് ദ ജോബ്സ്. സോ റൂൾ ദ റൂസ്റ്റ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്? ടു ബി ഇൻ ചാർജ്, ടു ബി പ്രെജുഡിസ്ഡ്, ടു സേവ് ക്രിമിനൽ, ടു എക്സ്പ്ലോയിറ്റ് സംവൺ. ദ കൺട്രീസ് നാഷണലിസ്റ്റ് റൂൾ ദ റൂസ്റ്റ് ആൻഡ് ഹാൻഡ് ഔട്ട് ദ ജോബ്സ് എന്നാണ് പറയുന്നത്. സോ റൂൾ ദ റൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഇൻ ചാർജ്. ഇപ്പം നമ്മൾ ഫാമിലീസിലൊക്കെ കാണും, ഒരാൾ they'll be in charge, fully in charge, full പവറിലായിരിക്കും അവരിയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് റൂൾ ദ റൂസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കീപ് സമ്മൺ അറ്റ് ആംസ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസ് ലെങ്ത്തിൽ ഒരാളെ നമ്മൾ ദൂരെ വെക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അയാളെ നമ്മൾ കുറച്ച് ദൂരത്തിൽ അകലെ വെക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കിയാലോ. അവോയ്ഡ് ബീയിങ് ഫ്രണ്ട്ലി വിത്ത് സമ്മൺ, അവോയ്ഡ് പ്ലേയിങ് വിത്ത് സമ്മൺ, ബീയിങ് സമ്മൺസ് എനിമി, അവോയ്ഡ് ബിക്കമിങ് ബിറ്റർ വിത്ത് സമ്മൺ. എനിമി ഒന്നും ആവുന്നില്ല, പക്ഷേ യു അവോയ്ഡ് ബീയിങ് ഫ്രണ്ട്ലി വിത്ത് ദാറ്റ് പേഴ്സൺ. ഫ്രണ്ട്ലി ആവാതിരിക്കുകയാണ് നമ്മൾ. യു അവോയ്ഡ് ബീയിങ് ഫ്രണ്ട്ലി ബിക്കോസ് അയാളെ കുറച്ച് ദൂരത്ത് വെക്കേണ്ട ഒരാളാണ്, റൈറ്റ്? അപ്പം യു അവോയ്ഡ് ബീയിങ് ഫ്രണ്ട്ലി വിത്ത് സമ്മൺ. അപ്പോൾ ഈ സെഷനിലെ ലാസ്റ്റ് ഇഡിയം നമുക്ക് നോക്കാം. എന്താണ്? സ്ക്രേപ്പ് ദ ബാരൽ. എന്താണ് ഈ സ്ക്രേപ്പ് ദ ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പാത്രം നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, സ്ക്രേപ്പ് ദ ബോട്ടം ഓഫ് ദ ബാരൽ എന്നും പറയാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്, ബോട്ടം ഓഫ് ദ ബാരൽ. സോ നമ്മളൊരു വലിയ ഒരു പാത്രം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അടിഭാഗം കൂടി നമ്മൾ ചുരണ്ടി എടുക്കാറില്ല, താഴത്തെ ഏറ്റവും ബോട്ടം ഭാഗം കൂടി ചുരണ്ടി എടുക്കുമ്പോൾ അതെന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ട്രൈയിങ് ടു ഫൈൻഡ് സംതിങ്, ഇല്ല എന്തെങ്കിലും കണ്ടുപിടിക്കാനാണോ? ഹൈഡിങ് സംതിങ്, അതെന്തായാലും ചുരണ്ടി എടുത്ത് നമ്മൾ ഹൈഡ് ചെയ്യാൻ പോകുന്നില്ല. യൂസിങ് ഓൾ ദ വേസ് ടു അച്ചീവ് ദ ഡിസയേർഡ് റിസൾട്ട്, ടു ബി ഫോഴ്സ്ഡ് ടു യൂസ് വൺസ് ലാസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് റിസോഴ്സസ്. ഏതാണ് ആൻസർ വരുന്നത്? ഒരു പക്ഷേ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സെയിം ഡിയും തമ്മിലായിരിക്കും. ശരിക്കും ടു സ്ക്രേപ്പ് ദ ബാരൽ അല്ലെങ്കിൽ ടു സ്ക്രേപ്പ് ദ ബോട്ടം ഓഫ് ദ ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അർത്ഥം വരുന്നത്. ടു ബി ഫോഴ്സ്ഡ് ടു യൂസ് വൺസ് ലാസ്റ്റ് റിസോഴ്സസ് ആൻഡ് വീക്കസ്റ്റ് റിസോഴ്സ്. നമുക്കെല്ലാം കഴിഞ്ഞു, ഒന്നുമില്ല, ഇനി അവസാനം ബാക്കിയുള്ള വീക്കസ്റ്റ് റിസോഴ്സാണ് അതും കൂടി നമ്മളങ്ങ് ചുരണ്ടി എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കാരണം എല്ലാം കഴിഞ്ഞു, നത്തിങ് ഈസ് ലെഫ്റ്റ്. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുന്നതാണ്. ആ ഒരു മീനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് സ്ക്രേപ്പ് ദ ബാരൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് 15 ചോദ്യങ്ങളാണ് ഇഡിയംസിനെ സംബന്ധിച്ച്. എന്നാൽ നമ്മൾ 15 ഇഡിയംസ് അല്ല, 15-ൽ കൂടുതൽ ഇഡിയംസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഡിയംസ് വരുമ്പം ചില ഓപ്ഷൻസൊക്കെ വളരെ സിമിലറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇഡിയമിൻ്റെ മീനിങ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡിയംസിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻസിൽ ചിലതിലൊക്കെ ലോജിക് ഉണ്ട്, ചിലത് ഇല്ലോജിക്കലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും ഏത് ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഇഡിയംസിൻ്റെ സെഷൻ നന്നായിട്ടൊന്ന് കാണുക, അതേപോലെ തന്നെ നന്നായിട്ട് റിവൈസും ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസും ചെയ്യുക. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്